സ്ട്രോക്കിന് മുന്നോടിയായിട്ട് ഉണ്ടാകുന്ന ചില ലക്ഷണങ്ങളെപ്പറ്റി നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കുകയാണെങ്കിൽ അത് വളരെയധികം പ്രയോജനം ചെയ്യും. മിക്കവരും ആശുപത്രിയിൽ എത്തുന്നത് സ്ട്രോക്ക് വന്നു കഴിഞ്ഞാണ്. ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ തലച്ചോറിലെ നല്ലൊരു ശതമാനം കോശങ്ങൾ നശിച്ചു പോയിരിക്കും. അങ്ങനെ വരുന്നത് കൊണ്ടാണ് പലർക്കും സ്ട്രോക്കിൻ്റെ ഡിസബിലിറ്റി വരുന്നു. അതുപോലെ തന്നെ ചിലപ്പോൾ മരണത്തിന് കീഴടങ്ങേണ്ടി വരുന്നു. അപ്പോൾ സ്ട്രോക്കിന് മുന്നോടിയായിട്ട് വരുന്ന ഈ ലക്ഷണങ്ങളെ നമ്മൾ തിരിച്ചറിയുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ സ്ട്രോക്കിന് ചികിത്സ കിട്ടുന്ന ഒരു ആശുപത്രിയിൽ എത്താനും നമുക്ക് സ്ട്രോക്ക് ചികിത്സിച്ച് മാറ്റുവാനും സാധിക്കും. ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിക്കുന്നതിൻ്റെ രണ്ടാമത്തെ കാരണം സ്ട്രോക്കാണ്. ഓരോ മിനിറ്റിലും ഇന്ത്യയിൽ 3 പേർക്ക് വീതം സ്ട്രോക്ക് ഉണ്ടാകുന്നു എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അത് സ്ത്രീകളിലും അതുപോലെ തന്നെ ചെറുപ്പക്കാരിലും ഇന്നുണ്ടാകുന്നുണ്ട്. മറ്റ് രോഗങ്ങളെപ്പോലെ അല്ല സ്ട്രോക്ക്. മറ്റു പല രോഗങ്ങളും അതിൻ്റെ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ആ രോഗം ചികിത്സിച്ച് മാറ്റിയാൽ മാത്രമേ പലപ്പോഴും ലക്ഷണങ്ങൾ മാറുകയുള്ളൂ. പക്ഷേ സ്ട്രോക്കിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. സ്ട്രോക്ക് നമുക്ക് ആക്ച്വലായിട്ടുള്ള സ്ട്രോക്ക് വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ശരീരത്തിൽ ചില ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടും. ആ ലക്ഷണങ്ങൾ പെട്ടെന്ന് തന്നെ ചിലപ്പോൾ 10-20 മിനിറ്റിന് ശേഷം തീർത്തും മാറി എന്ന് വരും. അപ്പോൾ ലക്ഷണങ്ങൾ ഇങ്ങനെ പൂർണ്ണമായിട്ടും മാറുന്നത് കൊണ്ട് പലരും ആശുപത്രിയിൽ എത്താൻ വൈകുന്നു എന്നുള്ളതാണ്, അല്ലെ പലരും ആശുപത്രിയിൽ എത്തുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ സ്ട്രോക്കിൻ്റെ ഈ മുന്നോടിയായിട്ടുണ്ടാകുന്ന ലക്ഷണങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരുന്നു കഴിഞ്ഞാൽ അത് നമുക്ക് വളരെയധികം പ്രയോജനം ചെയ്യും. അതുപോലെ തന്നെ അല്ലെ ബന്ധുക്കൾക്കോ അല്ലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ഒക്കെ പ്രയോജനം ചെയ്യും. അപ്പോൾ സ്ട്രോക്ക് നമുക്ക് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ആശുപത്രിയിൽ എത്താൻ സാധിക്കും. അതുപോലെ തന്നെ സ്ട്രോക്ക് വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വേണ്ട പരിശോധനകൾ ചെയ്യാനും അല്ലെ സ്ട്രോക്ക് വരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനും സാധിക്കും. അപ്പോൾ അത് എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ? പ്രധാനമായിട്ടും ശരീരത്തിൻ്റെ ഒരു വശത്ത് ബലക്കുറവ് വരുന്നു. അതായത് നടക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ട് വരുന്നു. കുറച്ച് സമയം കഴിയുമ്പോൾ അത് മാറിയെന്നും വരും. അതുപോലെ തന്നെ കണ്ണിൻ്റെ കാഴ്ച, ഒരു സൈഡിലെ കണ്ണിന് മാത്രം കാഴ്ചയ്ക്ക് പ്രയാസം ഉണ്ടാകുന്നു. കാഴ്ചയല്ലേ മങ്ങുന്നു, അല്ലെ കാഴ്ച ഇല്ലാതാകുന്നു, അല്ലെ ഡബിൾ വിഷൻ ഉണ്ടാകുന്നു. പക്ഷേ കുറച്ച് സമയം കഴിയുമ്പോൾ അത് മാറുകയും ചെയ്യും. അതുപോലെ തന്നെ ഒരു വശത്തെ സെൻസേഷൻ ഇല്ലാതെ വരിക, കുറച്ച് സമയം കഴിയുമ്പോൾ അത് മാറുന്നു. അതുപോലെ തന്നെ ചിലർക്ക് തലകറക്കം ഉണ്ടാകുന്നു, കുറച്ച് കഴിയുമ്പോൾ ആ തലകറക്കം മാറുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഈ മുന്നോടിയായിട്ടുണ്ടാകുന്ന ലക്ഷണങ്ങൾ മാറുന്നത് കൊണ്ടാണ് പലരും വിചാരിക്കും എല്ലാം പോയി, എനിക്കിപ്പോൾ യാതൊരു പ്രശ്നവും ഇല്ല, അതുകൊണ്ട് ഞാൻ ആശുപത്രിയിൽ പോകേണ്ട കാര്യമില്ല എന്നാണ് പലരും ധരിക്കുന്നത്. പക്ഷേ ഇത് സംഭവിച്ചു കഴിയുമ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷം ചിലപ്പോൾ അവർക്ക് സ്ട്രോക്ക് പെട്ടെന്ന് വന്നു എന്നിരിക്കും. അത് വളരെ ഗൗരവമായ സ്ട്രോക്ക് തന്നെയായിരിക്കാം പലപ്പോഴും വരുന്നത്. അപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങളും നമ്മൾ എന്തൊക്കെയാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. അതായത് സ്ട്രോക്ക് വന്നു കഴിയുമ്പോൾ മുഖം ഒരു വശത്തേക്ക് കോടുന്നു, അവർക്ക് ഒരു വശത്തെ ബലക്കുറവ് വരുന്നു, കൈക്കോ അല്ലെ കാലിനോ ബലക്കുറവ് വരുന്നു, ഒരു വശത്തെ കണ്ണിന് കാഴ്ചയ്ക്ക് തകരാറ് വരുന്നു, ബ്ലറിങ് ഓഫ് വിഷൻ വരുന്നു, അല്ലെ ഡബിൾ വിഷൻ വരുന്നു. പിന്നെ നമ്മൾ ചിലപ്പോൾ ഒരു കൈക്ക് മാത്രമായിരിക്കും ബലക്കുറവ് വരുന്നത്. കയ്യിൽ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്കത് പിടിക്കത്തില്ല. ഗ്ലാസ് നമ്മുടെ കയ്യിൽ നിന്നും താഴെ വീണ് ചിലപ്പോൾ പൊട്ടിപ്പോകാൻ വരെ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് കൈക്ക് ബലക്കുറവ് വരുന്നുണ്ടെങ്കിൽ നമ്മളത് സ്ട്രോക്കിൻ്റെ ലക്ഷണമാണ്. പിന്നെ നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുക, അതുപോലെ തന്നെ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുക തുടങ്ങിയ കാര്യങ്ങളാണ് സ്ട്രോക്കിൻ്റെ മറ്റ് ലക്ഷണങ്ങൾ. ഇതൊക്കെ സംഭവിച്ചു കഴിയുമ്പോൾ സ്ട്രോക്ക് വന്നു എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ സ്ട്രോക്ക് ഒരാൾക്ക് വരുന്നു അല്ലെ വന്നു എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? അതിനെപ്പറ്റി നമ്മൾ അല്പം അറിഞ്ഞിരിക്കണം. അത് ഓർത്തിരിക്കണമെങ്കിൽ നമ്മൾ ഫാസ്റ്റ് എന്ന ഇംഗ്ലീഷ് വാക്ക് ഓർത്തിരുന്നാൽ മതി. FAST. എഫ് സൂചിപ്പിക്കുന്നത് നമ്മുടെ മുഖത്തെയാണ്, അതായത് ഫേസ്. സ്ട്രോക്ക് ഉണ്ടായി എന്ന് സംശയം തോന്നിയാൽ ആ ആളിനോട് നമ്മളൊന്ന് ചിരിക്കാൻ ആവശ്യപ്പെടുക. ആ ചിരിക്കാൻ ആവശ്യപ്പെടുമ്പോൾ അവരുടെ മുഖം ഒരു വശത്തേക്ക് അല്ലെ കിറി ഒരു വശത്തേക്ക് കോടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംസ് അല്ലെ കൈകൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. കൈകൾക്ക് ബലക്കുറവുണ്ടാവും. ആ ബലക്കുറവ് ഉണ്ടായോ എന്ന് നമുക്ക് നിരീക്ഷിക്കുവാൻ അല്ലെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ആ ആളിനോട് 2 കൈയും ഉയർത്താൻ പറ്റുക. അപ്പോൾ സ്ട്രോക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒരു കൈ അയാൾക്ക് ഉയർത്താൻ ബുദ്ധിമുട്ട് വരുന്നു. പിന്നെ നമ്മൾ S എന്നുള്ള അക്ഷരമാണ്, അത് നമ്മുടെ സ്പീച്ചാണ്. അപ്പോൾ നമ്മൾ ആ സ്ട്രോക്ക് വന്നോ എന്ന് സംശയിക്കുന്ന ആളിനോട് ഒരു വാക്ക് തന്നെ 2-3 പ്രാവശ്യം അവരോട് ഉച്ചരിക്കാൻ പറയുക. അപ്പോൾ അവർക്ക് സ്ലറിങ് ഓഫ് സ്പീച്ച് അല്ലെ അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിട്ട് കാണാം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ടൈമാണ്. T എന്ന് സൂചിപ്പിക്കുന്നത് ടൈമിനെയാണ്. സമയം ഈക്വൽ ടു ജീവൻ എന്നാണ് ന്യൂറോളജിസ്റ്റുകൾ പറയുന്നത്. നമ്മൾ സ്ട്രോക്ക് വന്നു കഴിയുമ്പോൾ നമ്മുടെ തലച്ചോറിലെ കോശങ്ങൾക്ക് ഓക്സിജൻ കിട്ടാതെ വരുന്നു, പോഷകങ്ങൾ കിട്ടാതെ വരുന്നു. അപ്പോൾ ഓക്സിജനൊക്കെ കിട്ടാതെ വരുന്നതുകൊണ്ട് ഓരോ കോശങ്ങളും മൃതി അടയുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ സ്ട്രോക്കിന് ചികിത്സയുള്ള ആശുപത്രിയിൽ എത്തണം. വേസ്റ്റാക്കുന്ന ഓരോ മിനിറ്റും വളരെ പ്രധാനപ്പെട്ടതാണ്.
ഓരോ മിനിറ്റിലും ലക്ഷക്കണക്കിന് ന്യൂറോൺസ് അല്ലേ നമ്മുടെ തലച്ചോറിലെ കോശങ്ങൾ നശിക്കുകയാണ് ചെയ്യുന്നത്. അതിന് ഓക്സിജൻ കിട്ടുന്നില്ല, പോഷകങ്ങൾ കിട്ടുന്നില്ല. അപ്പോൾ അത് നശിക്കും തോറും നമ്മുടെ ഈ സ്ട്രോക്ക് മൂലമുള്ള നമ്മുടെ ഡിസബിലിറ്റി അല്ലെ മരണസാധ്യത വളരെ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് ഒരു 4 മണിക്കൂറിനകമെങ്കിലും നമ്മൾ സ്ട്രോക്കിന് ചികിത്സയുള്ള ആശുപത്രിയിൽ രോഗിയെ എത്തിക്കണം. അപ്പോൾ ഈ സ്ട്രോക്ക് വരുന്നതിന് മുന്നോടിയായിട്ട് വരുന്ന ലക്ഷണങ്ങളെപ്പറ്റിയാണ് നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്ത്. അത് നിങ്ങൾക്കെല്ലാവർക്കും വളരെയധികം പ്രയോജനപ്പെടും. നിങ്ങളെല്ലാവരും അതെപ്പോഴും ഓർത്തിരിക്കണം. കാരണം എപ്പോഴാണ് ആർക്കാണ് സ്ട്രോക്ക് വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. ഈ വിവരങ്ങൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.